ധർമ്മടത്തെ ലീഡ് കണ്ട് കേരളം ഒന്നാകെ ഞെട്ടി. പക്ഷെ ധർമ്മടത്തെ പലർക്കും ഞെട്ടലുണ്ടായില്ല. ധർമ്മടം മണ്ഡലത്തിൽ ആദ്യ 6 റൗണ്ടുകളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരുന്നതിനെപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇടത് സഹയാത്രികൻ പ്രേംകുമാർ. 7ാം റൗണ്ടിൽ മാത്രമാണ് പിണറായി മുന്നിലെത്തിയത്. UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് ആദ്യ റൗണ്ടുകളിൽ പിണറായിയെ പിന്നിലാക്കി. അക്ഷരാർത്ഥത്തിൽ ഇത് കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചെന്നും പ്രേംകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. പണ്ടാണെങ്കിൽ മീത്തലെ പീടിക ധർമ്മടം വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് നിന്നും മേലൂർ റോഡിലേക്ക് കയറി ബ്രണ്ണൻ കോളേജ് കഴിഞ്ഞ് ആ 3 കൂടി അങ്ങാടി ചിറക്കുനിയിലേതാണ് ഈ ചിത്രം. ഇപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെ ഒന്ന് കത്തിച്ചു വിട്ടാൽ ചിറക്കുനി എത്തും. ഹൈവേയിൽ നിന്നും അവിടെ എക്സിറ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. 30 കൊല്ലമായി ഞാൻ ഈ ഓഫീസ് പുറത്തുനിന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടിട്ടില്ല. ഇന്നലെ ധർമ്മടത്തെ ലീഡ് വാർത്തകൾ വരുമ്പോൾ കേരളം ഒന്നാകെ തന്നെ ഞെട്ടിയിരുന്നു. ഇവിടെ പതിവായി വരുന്ന പലരും അതിൽ ഞെട്ടുന്നേ ഉണ്ടായിരുന്നിരിക്കില്ല. പലരും അത് പ്രതീക്ഷിച്ചതുമായിരിക്കണം. ചിലരെങ്കിലും ബാലറ്റ് പേപ്പറിൽ ഏറെ നേരം നോക്കി നിന്ന ശേഷം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ചിഹ്നത്തെയും അതിലൊരു പ്രിയപ്പെട്ട പേരിനെയും മറികടന്ന് മറ്റൊരാൾക്ക് നേരെ വില അമർത്തിയിട്ടുണ്ടാകാം. 30 കൊല്ലം മുൻപ് കറങ്ങി നടന്ന ചിറക്കുനിയിൽ കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെയൊക്കെ കാലത്ത് വർത്തമാനം പറഞ്ഞ പല പാർട്ടിക്കാരെയും രാത്രി കുറേ നേരം ഓർത്തു. 3 കൊല്ലം മുൻപ് സിൽവർ ലൈൻ സമരകാലത്ത് പ്രസംഗിക്കാൻ പോയ ചിറക്കുനിയിൽ കേട്ട പല പാർട്ടിക്കാരെയും രാത്രി കുറേ നേരം ഓർത്തു. പാർട്ടി പോലും പറയാതെ തൻ്റെ പാർട്ടിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുകയായിരുന്നു അവരെന്ന് കരുതാനാണ് ഇഷ്ടം. കേരളത്തിന് തൽക്കാലം നല്ല നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നാലും 10 കൊല്ലമായി തുടരുന്ന നല്ല കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുമെന്നായാലും തൻ്റെ പാർട്ടി ഇനി ഇങ്ങനെ ഭരിക്കേണ്ടെന്ന് അവരുടെ തീരുമാനം എടുക്കുകയായിരുന്നു. ബാലറ്റ് വിജയങ്ങളിലൂടെ അല്ലാതെ തന്നെ നാടിൻ്റെ പുരോഗതിക്കായി പ്രാണൻ കൊടുത്ത് പ്രയത്നിക്കാൻ ഒത്തുചേർന്ന കുറേ മനുഷ്യർ. പിൽക്കാലത്ത് ബാലറ്റ് വിജയങ്ങളടക്കം അതിനുള്ള ഉപാധികളാക്കിയ ഒരു പ്രസ്ഥാനത്തിനൊപ്പം ചേർന്ന് നിന്ന മനുഷ്യർ അതേ ബാലറ്റിലൂടെ തന്നെ സ്വന്തം പാർട്ടിയോടും സ്വന്തം നാടിനോടും പറയുകയായിരുന്നു, എൻ്റെ പാർട്ടി ഇനി ഇങ്ങനെ ഭരിക്കേണ്ടെന്ന്. എൻ്റെ പാർട്ടി വേറെ എങ്ങനെയോ ഈ നാട്ടിൽ ഇടപെടണമെന്ന്. കോൺഗ്രസ്സുകാർക്കും ചാനലുകാർക്കും ആഘോഷിക്കാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷെ ഒന്നുണ്ട്, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വേറൊരു പാർട്ടിയാണ്. ഇന്നലെ പാലക്കാട്ടെ പുതിയ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറിയ 2 ഡസൻ പോലീസുകാരെ കൈകൾ വിടർത്തി തടഞ്ഞു നിന്ന NN കൃഷ്ണദാസിൻ്റെ വിഷ്വലിൽ ആ പഴയ പാർട്ടിയെ, ആ പുതിയ പാർട്ടിയെ കാണാനാകുന്നുണ്ട്. പാർട്ടിക്കാരനല്ലാത്ത എനിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. സംസ്ഥാന സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും മാറ്റുക. MV ഗോവിന്ദനും KK രാഗേഷിനുമെതിരെ പോസ്റ്ററുകൾ. കണ്ണൂരിൽ CPM-ൽ പോര്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മോറാഴ സഖാക്കൾ എന്ന പേരിലാണ് ധർമ്മശാലയിലും ആന്തൂരിലും പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പൊതുമണ്ഡലങ്ങളിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും മാറ്റുക എന്നതാണ് പോസ്റ്ററുകളിലെ പ്രധാന ആവശ്യം. MV ഗോവിന്ദൻ്റെയും KK രാഗേഷിൻ്റെയും പേരെടുത്ത് പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ധർമ്മശാലയിലും ആന്തൂരിലും ഇത്തരമൊരു പരസ്യ പ്രതിഷേധം ഉയർന്നത് CPM നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പയ്യന്നൂരിലെ ഫണ്ട് വിവാദവും തുടർന്നുള്ള അച്ചടക്ക നടപടികളും പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നതായി സൂചനയുണ്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് മോറാഴ സഖാക്കൾ എന്ന പേരിൽ പുതിയ പ്രതിഷേധമുയരുന്നത്. പയ്യന്നൂരിലെ പ്രമുഖ നേതാവ് V കുഞ്ഞികൃഷ്ണനെതിരെയുള്ള അച്ചടക്ക നടപടിയും KK രാഗേഷിൻ്റെ നിലപാടുകളുമാണ് ഒരു വിഭാഗം പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പാർട്ടി പ്രവർത്തകർ സ്ഥലത്തെത്തുകയും പോസ്റ്ററുകൾ കീറിക്കളയുകയും ചെയ്തു. എന്നാൽ പോസ്റ്ററുകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ നേതൃത്വത്തിനെതിരെ തിരുത്തൽവാദികൾ രംഗത്തു വരുന്നത് വരും ദിവസങ്ങളിൽ കണ്ണൂർ CPM-ൽ കൂടുതൽ ആഭ്യന്തര ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. വിഷയത്തിൽ CPM ജില്ലാ നേതൃത്വം ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇനി ചിന്താ ഫ്ലാറ്റിലേക്ക്. ക്ലിഫ് ഹൗസിൽ നിന്നും ഒഴിയാൻ തയ്യാറായി പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നണിയുടെ കടുത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ അടുത്ത ദിവസം തന്നെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നിന്നും ഒഴിയും. കുടുംബത്തിനൊപ്പം AKG സെന്ററിന് സമീപത്തുള്ള ചിന്താ ഫ്ലാറ്റിലെ 3ാം നിലയിലെ 3A 3B മുറികളിലേക്കാവും പിണറായി വിജയൻ മാറുക. PB അംഗങ്ങൾക്ക് പാർട്ടി അനുവദിക്കുന്നതാണ് ചിന്താ ഫ്ലാറ്റിലെ മുറി. ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ ഒപ്പമുള്ള പ്രിയപ്പെട്ട നായ റോബിനെയും കുടുംബം ഒപ്പം കൂട്ടും. അതേസമയം പശുക്കളെയും മറ്റും എന്ത് ചെയ്യണമെന്ന തീരുമാനമാകുന്നതേയുള്ളൂ. തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ശേഷം കുടുംബത്തിനൊപ്പം കണ്ണൂരിൽ നിന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്താൽ പിണറായി വിജയൻ ഔദ്യോഗിക വസതിയും മറ്റ് സൗകര്യങ്ങളും ലഭിക്കും.